ഞങ്ങൾക്ക് 3 മക്കളാണ്. 2 പെണ്ണും ഒരു മോൻ, ഒരാളെ ഉള്ളു, 3 അടുക്ക. അവനെ പറ്റി പറയണ്ടേ. ചെറുപ്പം മുതൽ എല്ലാവരെയും ഇങ്ങനെ ഭയങ്കര ഫണ്ണിയാണ് ആള്. എല്ലാവരെയും ചിരിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. എന്ത് കാണിക്കുന്നതിന് അവന് മടിയൊന്നുമില്ല. നല്ലോണം പാട്ട് പാടും, ഡാൻസ് ചെയ്യുമായിരുന്നു. പിന്നെ ഹൈസ്കൂളിലായപ്പോഴത്തേക്കും ഡെക്ക ക്ലബിൽ ക്രോസ് കൺട്രി, ട്രാക്ക്, ഇല്ലാത്ത പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ക്രോസ് കൺട്രിയൊക്കെ വാഴ്സിറ്റി ടീമിലുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി സ്കൂളിലൊക്കെ ഒത്തിരി ഫേമസ് ആയിരുന്നു. പിന്നെ കോളേജിലേക്ക് അവൻ പോകാറായപ്പോഴത്തേക്കും അവന് എങ്ങനെയോ അവൻ്റെ മനസ്സിൽ കയറി അവന് പോലീസ് ഓഫീസറാണ്, FBI ജോലിയാണ്. ഫാമിലി വളരെ ക്ലോസ് ആണ്. മൂത്ത മോളും മോനുമായിട്ട് 17 മാസത്തെ വ്യത്യാസമുള്ളതുകൊണ്ട് ഇവിടെ തമാശയ്ക്കും ചിരിക്കും ഒന്നും ഒരു കുറവില്ല. എപ്പോഴും അങ്ങനെ ആയിരുന്നു. അങ്ങനെ അവൻ കോളേജിൽ പോയിട്ടാണെങ്കിലും എന്നും വിളിക്കും. ഇവിടെ വിളിച്ചു കഴിഞ്ഞൊന്നെ ഡാഡി ഇവിടെ ഇല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒന്നോടെ വിളിക്കും. 2 പേരോട് സംസാരിക്കാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു. പിന്നെ 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴത്തേക്കും വീട്ടിൽ വരും. ഒന്നുകിൽ ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ വരാത്ത ആഴ്ചകളിൽ മോള് സെൻറ്റ് ലൂയിസിലാണ് പഠിക്കുന്നത്, അവളുടെ അടുത്തോട്ട് പോകും. ഒരു ക്ലോസ് നെറ്റ് ഫാമിലിയാണ് ഞങ്ങളുടേത്. പിന്നെ അവൻ പള്ളിയിൽ ഒത്തിരി ആക്റ്റീവായിരുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് പള്ളിയിൽ പിള്ളേരെ ചെറുപ്പം മുതൽ എല്ലാ കാര്യങ്ങൾക്കും കൊണ്ടാടുന്ന അങ്ങനെ ഒത്തിരി ആക്റ്റീവായിരുന്നു പള്ളിയിൽ. അവൻ 9 വയസ്സ് മുതൽ കൊയറിൽ പാടി. കോളേജിൽ പോയി കഴിഞ്ഞിട്ടും അവൻ ഒരു ഫസ്റ്റ് ഇയറും കൂടെ വന്ന് കൊയറിൽ നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ പള്ളിയിലെ ഫുട്ബോൾ ലീഗിലുണ്ടായിരുന്നു, ബാസ്കറ്റ് ബോൾ കളിക്കുമായിരുന്നു. എല്ലാ ആക്ടിവിറ്റീസിലും അവൻ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് മാത്രമല്ല, അവന് ഇവിടുത്തെ ചുറ്റുപാടുള്ള എല്ലാ പള്ളികളിൽ നിന്നുള്ള പിള്ളേരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അവൻ്റെ വലിയൊരു കഴിവ് അതായിരുന്നു, ഇങ്ങനെ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഫ്രണ്ട്സ് അത് ഒരു 11th ഗ്രേഡൊക്കെ ആയപ്പോഴത്തേക്കും വലിയൊരു ബറ്റാലിയൻ ഓഫ് ഫ്രണ്ട്സ് അവനുണ്ടായി. അതുകൊണ്ടായിരുന്നായിരിക്കണം അവൻ മിസ്സിങ് ആയപ്പോഴും ഇത്രയും ആളുകൾ അവിടെ വരാനും അന്വേഷിക്കാനും ഒക്കെ ഇടയായത് തന്നെ. അങ്ങനെ എന്താണോ അത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഞാൻ ഓർക്കും. ഒരാൾക്ക് ഇത്രയും ഫ്രണ്ട്സിനെയൊക്കെ അങ്ങ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ. പിന്നെ അവന് ഏത് പരിപാടിക്ക് എന്നാലും, ഇപ്പം ഞങ്ങൾ പാർട്ടിക്കൊക്കെ പോയാലും അവിടെ അവനാണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ജോക്ക് പറയാനും ചിരിപ്പിക്കാനും, എല്ലാവരെയും ചിരിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. എന്തും പറയും, ഭയങ്കര തമാശ. അതുപോലെ പല ആക്സെൻറ്റിൽ സംസാരിക്കും, ആളുകളെ കളിയാക്കും, റാപ്പ് ചെയ്യും, എന്ത് വേണമെങ്കിലും. അവന് എല്ലാവർക്കും ഓരോ നിക്നെയിം കൊടുക്കും. അങ്ങനെയാണ് പിന്നെ അവൻ അറിയുന്നത്. ആളിൻ്റെ ശരിക്കുള്ള പേര് പോലും അവൻ അറിയത്തില്ലായിരിക്കും. അപ്പോൾ എല്ലാവരും ആ നിക്നെയിമിലാണ് അവൻ അറിയപ്പെടുന്നത് എല്ലാവരും. അങ്ങനെയൊക്കെ ഒരു കുഞ്ഞ്. കോളേജിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പം എനിക്ക് വന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ ഒത്തിരി വിഷമമുണ്ടായിരുന്നു. അപ്പം ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ മാസം ഇവിടെ വന്നപ്പം ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞവൻ ഇവിടെ ഷിക്കാഗോയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുവാണ്, അതിന് സ്പ്രിംഗ് ബ്രേക്കിൽ വരുമ്പം അതിൻ്റെ പേപ്പർ വർക്ക് നടത്താം. അപ്പോൾ ഞാൻ ചെന്ന മുന്നേ വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഹോം ഫുഡ് മിസ് ചെയ്യുന്നു, അത് കാരണം ഇനി പോരുവാന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഇവിടുന്ന് മാറി നിന്ന് മതിയായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലാണ് തിരിച്ചു പോയത്. പിന്നെ ലാസ്റ്റ് അവൻ ഇവിടെ ആ വീക്കെൻഡ് ഞങ്ങൾ ആക്ച്വലി അവനോട് വരണ്ടെന്ന് പറഞ്ഞതാണ്. ഇവിടെ ഭയങ്കര മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവനെ വരണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവൻ ഞാൻ ജോലി കഴിഞ്ഞു വന്നപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും അറിയത്തില്ലായിരുന്നു ഇവൻ വരുന്നു എന്നുള്ളത്. പക്ഷെ ഹസ്ബൻഡ് കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും അവനിവിടെ ലിവിങ് റൂമിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞ് ഇവൻ വന്നു എന്നുള്ളത്. അപ്പോൾ മുന്നേ കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ ഇല്ല, വെയിറ്റിംഗ് ഫോർ ഹോം ഫുഡ് ഡാഡി. അങ്ങനെ അന്ന് വന്നു. ആ ഫ്രൈഡേ വന്നു. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. സാധാരണ സൺഡേ തിരിച്ചു പോകും. പക്ഷെ അന്ന് എന്താണോ അവന് തോന്നിയായിരിക്കും ഒരു ദിവസം കൂടെ നിൽക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. മൺഡേ ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ ക്ലാസ്, ഞാൻ മൺഡേ രാവിലെ പോകുന്നു. അങ്ങനെ മൺഡേ രാവിലെയാണ് ഇവിടുന്ന് പോയത്. സൺഡേ പള്ളി വന്നു, കുർബാന അനുഭവിച്ചു. അതൊക്കെ വലിയൊരു സമാധാനം. കുഞ്ഞ് ലാസ്റ്റ് കമ്മ്യൂണിയനൊക്കെ എടുത്തല്ലോ എന്ന്. ഇവിടെ മൺഡേ രാവിലെ 6 മണി
വൈകിട്ട് 6-നേ ഉള്ളൂ ക്ലാസ്. അതുകൊണ്ട് 4 മണിക്ക് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ 4 മണിക്ക് ഞങ്ങൾ നോക്കിയപ്പോൾ അവൻ ഉണർന്നിട്ടില്ല. വിളിച്ചപ്പോഴത്തേ ചാടി എണീറ്റു, കുളിച്ചു, റെഡിയായി. ഞാൻ വിൻ്റർ ജാക്കറ്റ് എടുത്ത് കൈ കൊടുത്തു. ജാക്കറ്റ് ഇല്ലാതെ ഇറങ്ങിയപ്പോൾ അന്നേരം പറഞ്ഞു, മമ്മി ഇറ്റ്സ് ഇവിടെ ഇറ്റ്സ് നോട്ട് ടു കോൾഡ് ആൻഡ് ഐ ആം ഗോയിങ് ടു ബി ബാക്ക് ഇൻ എ മന്ത് എന്ന് പറഞ്ഞപ്പം ജാക്കറ്റ് ഓടിയിട്ടിട്ട് അവൻ വിൻ്റർ ജാക്കറ്റ് പോലും കൊണ്ടുപോയില്ല. അവൻ ഇനി തിരിച്ചിപ്പം വരുമോ എന്നുള്ളതിലാണ്. അങ്ങനെ ഇറങ്ങി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവൻ കയറി ഭയം പറഞ്ഞു പോയി. അവിടെ ചെന്ന് സാറിന് 4-5 മണിക്കൂറും കൊണ്ട് അങ്ങ് എല്ലാം ചെന്നിട്ട് ഉടനെ ടെക്സ്റ്റ് ചെയ്തു, അങ്കിയ അങ്ങനെ പറഞ്ഞു. മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ ഈ 3 ദിവസവും വൈകിട്ട് വിളിച്ചു. വെൻസ്ഡേ നൈറ്റ് ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പാർട്ടിക്ക് പോകുന്നത്. അന്നാണിത് സംഭവിക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ വിവരം അറിയുന്നത് തേഴ്സ്ഡേ നൈറ്റാണ്. പക്ഷേ തേഴ്സ്ഡേ രാവിലെ മുതൽ എനിക്കെന്തോ ഇങ്ങനെ ഒരു അൺഈസി ഫീലിങ് ഉണ്ടായിരുന്നു. അപ്പം എന്താണെന്ന് എനിക്കിപ്പോഴും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയത്തില്ല. എനിക്കെന്നാൽ സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഓർത്തുന്ന എംപ്ലോയി ഹെൽത്തിൽ പോയി അവധി എടുത്തേക്കാമെന്ന് ഓർത്ത് അവിടെ ചെന്നു. പോകുന്ന വഴിക്കെല്ലാം ഞാൻ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്തിനാണെന്നുള്ളത് എനിക്കിപ്പോഴും അറിയത്തില്ല. ഞങ്ങൾ തമ്മിലൊന്നും ഒരു തമാശയ്ക്ക് പോലും ഒന്ന് വഴക്കായിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് പോലും എനിക്കില്ല. പക്ഷെ എന്തോ എൻ്റെ മനസ്സങ്ങ് ഭയങ്കര വിഷമം. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഞാൻ നേഴ്സിനെ കാണാൻ പോകാതെ ഞാൻ ചാപ്പലിൽ പോയിരുന്നു. കുറേ കരഞ്ഞു. എന്തിനാണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി അവധി എടുത്തുകൊണ്ട് ഇവിടെ വീട്ടിൽ വന്ന് ഇവിടെ കിടന്ന് ഉറങ്ങി. ഒന്നും കുക്ക് ചെയ്തില്ല. വൈകിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, ഞാനൊന്നും കുക്ക് ചെയ്തില്ല, എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാം. പുള്ളി വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എനിക്കത് മീറ്റായിരുന്നു കൊണ്ടുവന്നത്. എന്താണ് എനിക്കത് എൻ്റെ വായിലോട്ട് വയ്ക്കാൻ തോന്നിയില്ല. ഞാനത് അതുപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ അന്നേരം എന്നോട് പോയി ചോദിക്കുകയും ചെയ്തു, നീ എന്താ കഴിക്കാത്തത്? ഞാൻ പറഞ്ഞു, എനിക്ക് എന്നാണ് എന്തോ ഒരു അൺഈസി ഫീലിംഗ്, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ലിവിങ് റൂമിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഫോൺ അടിക്കുന്നത്. സാധാരണ ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഫോൺ റിങ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പേരെഴുതി കാണിക്കുമ്പോൾ ഇവനാണെന്നറിയാൻ എടുക്കും. അന്ന് TV ഓൺ ചെയ്തില്ല. ഞങ്ങൾ ചുമ്മാ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഫോൺ വന്നു. ഞാൻ ഫോൺ എടുക്കുമ്പം പരിചയമില്ലാത്തൊരു ശബ്ദം. ഞാൻ ഹലോ എന്ന് വെച്ചത് കൊച്ചായിരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഹലോ എന്ന് വെച്ചത്. അന്നേരം പരിചയമില്ലാത്തൊരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഹൂ ഈസ് ദസ്? അന്നേരം അവിടുന്ന് ആൾ ചോദിച്ചു, ഇസ് പ്രവീൺ ഹോം? ഞാൻ പറഞ്ഞു, പ്രവീൺ ഇസ് ഇൻ കാർബൺഡേൽ, ഹൂ ഈസ് ദസ്? അന്നേരമാണ് അതിൽ പറഞ്ഞ് കാർബൺഡേൽ പോലീസാണ് വിളിക്കുന്നതെന്ന്. പക്ഷെ അന്നേരം പുള്ളി പറയുന്ന ആ മനുഷ്യൻ പറയുന്നില്ല ഇങ്ങനെ കൊച്ചിനെ മിസ് ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഇഫ് പ്രവീൺ കോൾസ് അഗെയിൻ ടെൽ ഹിം ടു കോൾ മീ, ഇത് എൻ്റെ നമ്പരാണെന്ന് പറഞ്ഞൊരു നമ്പർ പറയാം. അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ഞാൻ ചോദിച്ചു, ഇറ്റ്സ് എവറിത്തിങ് ഓക്കെ സാർ എന്ന് ചോദിച്ചു. അന്നേരമാണ് പറയുന്നത്, ഹീസ് മിസ്സിങ്, ഹിസ് കസിൻ റിപ്പോർട്ടഡ് ഹിം മിസ്സിങ്. ഞങ്ങൾ അന്നേരം എടുത്ത തുണിയോടെ ഇവിടുന്ന് ഇറങ്ങി. ഞങ്ങളിവിടുന്ന് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡും കൂടെ വന്ന് ഞങ്ങൾ ഇവിടുന്ന് അന്നേരം ഇറങ്ങി പോവായിരുന്നു. അവിടെ കാർബൺഡേൽ ഇവിടുന്ന് 6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. എങ്ങനെ അവിടെ വരെ ഡ്രൈവ് ചെയ്ത് നടത്തില്ല. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്കെല്ലാം ഫോൺ വിളിക്കുക. അപ്പം പ്രവീണിൻ്റെ സ്വഭാവത്തിന് 2 റിങ് 3 റിങ് അടിച്ച് അവൻ ഫോൺ എടുത്തില്ല. നമ്മൾ വെച്ച് ദേഷ്യപ്പെട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനകം തിരിച്ചു വിളിക്കും. ഇവൻ ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് ആൻസർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, അവൻ എന്തോ ട്രബിളിലാണ്, എന്തോ പറ്റിയെന്ന്, കുഞ്ഞിനെന്തോ പറ്റിയെന്ന്. അപ്പം വണ്ടിയിൽ നിന്നല്ല ഞാനത് പറഞ്ഞ് ഇങ്ങനെ കാണിക്കൊണ്ടിരിക്കുക, എൻ്റെ കുഞ്ഞിനെന്തോ പറ്റി. അവൻ പൊന്നു പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, അവനൊന്നും പറ്റിയില്ല ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പോകുന്ന. അവിടെ ചെന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു, അവർക്ക് അന്നേരം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, 7 മണിയാകുമ്പോഴേ ഡിറ്റക്റ്റീവ് വരത്തുള്ളൂ, അന്നേരത്തേക്ക് തിരിച്ചു വരാൻ പറഞ്ഞു. ഞങ്ങൾ പോയി ഒരു ഹോട്ടലിൽ റൂം എടുത്ത് ഇച്ചിരി നേരം ഇരുന്ന് അവിടെ കിടന്നിട്ട് തിരിച്ച് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഡിറ്റക്റ്റീവ് എല്ലാം വന്നു. അവരോട് സംസാരിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഇങ്ങനെ മിസ്സിങ് റിപ്പോർട്ട് കിട്ടി. അവർ ഞങ്ങളോട് അവൻ്റെ ഫോൺ റെക്കോർഡ്, ഫോണിൻ്റെ പാസ്വേഡൊക്കെ ചോദിച്ചു. പിന്നെ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വന്നു. അങ്ങനെ അവരാണ് മുറി തുറന്ന് നോക്കുന്നത് കൊച്ചിനെ. അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് നേരത്തേക്ക് ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് അവിടെ ഇച്ചിരി നേരം പറപ്പിച്ചിട്ട് പോയി. പിന്നെ ഒരു 4 മണി വരെ അവർ ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് അവൻ്റെ കാറ് തുറന്ന് നോക്കുന്നു.
അവൻ്റെ റൂം തുറന്നിട്ട് അവർ തന്നെ അടച്ചിട്ടു. 4 മണിയായപ്പോഴത്തേക്ക് അവരുടെ അന്നത്തെ പരിപാടി നിർത്തി. ഞങ്ങളോട് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് പിന്നെ തുടങ്ങത്തുള്ളൂ. അപ്പം ഞങ്ങൾ എടുത്ത ഹോട്ടൽ ഞങ്ങൾ വെക്കേറ്റ് ചെയ്തിട്ട് അവിടുന്ന് പോയൊരു ഇപ്പോഴും അതിൻ്റെ ഒന്നും എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചതെന്ന് എപ്പോഴും ഞങ്ങൾ ചിന്തിക്കും. ആ ഹോട്ടൽ വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് പോയി വേറൊരു ഹോട്ടലെടുത്തു, അവിടുന്ന് കുറച്ച് ദൂരെ. ഇപ്പം മോനെ കിട്ടിയത് ആ ഹോട്ടലിൻ്റെ ഒരു 500 അടി ദൂരെ നിന്നായിരുന്നു അവനെ കിട്ടുന്നത്. അപ്പം എനിവേ ഞങ്ങൾ ആ ഹോട്ടലിൽ താമസിച്ച് പിറ്റേ ദിവസം ഇപ്പോഴത്തേക്ക് സാറ്റർഡേ ആയി. സാറ്റർഡേ അവർ പറയുന്നു അവർക്കൊരു ക്ലൂവും ഇല്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ല, എന്താ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ല. ഒരു ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്നു, അതിന് സ്മെല്ല് റീച്ച് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവിടുന്ന് ആളുകൾ ഇങ്ങനെ ഷിക്കാഗോയിൽ നിന്നൊരു ബറ്റാലിയൻ ആളുകൾ വരാൻ തുടങ്ങി. ഒരു 100-200 പേര് അവിടെയുള്ള ഹോട്ടലുകളിലെല്ലാം റൂം എടുത്ത് ഈ ആളുകളെല്ലാം അന്വേഷിക്കാനായിട്ട് റെഡിയായിട്ട് വന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർക്ക് ഇവരുടെ ഒന്നും വേണ്ട, അവർ പറയുന്ന അവർക്ക് എനഫ് ആളുണ്ട് അന്വേഷിക്കാൻ. അപ്പം ഇവിടുന്ന് വന്നവർ തന്നെ മാപ്പൊക്കെ യൂസ് ചെയ്ത് അവർക്കാവുന്നിടത്തെല്ലാം പിള്ളേർ ക്രീക്കിലും അവിടെ ഇവിടെയെല്ലാം അവരെ കൊണ്ട് പറ്റാവുന്ന തരത്തിൽ അവരെല്ലാം അന്വേഷിച്ചു. അപ്പം അങ്ങനെയാണ് ഫ്ലയറും എല്ലാം കൊടുത്ത് അവർ അതിലെല്ലാം തിരക്കി കിടന്നു. അങ്ങനെ സാറ്റർഡേ 4 മണിയായപ്പോൾ ഞങ്ങളെ പിന്നെയും ബ്രീഫിങ്ങിന് വിളിച്ചു. അവർക്ക് ഒന്നുമില്ല, ഒരറിവുമില്ല, ലീഡ്സ് ഒന്നുമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അന്നേരം ഞങ്ങളോട് ഒരു പോലീസുകാരൻ പറഞ്ഞു പ്രവീൺ ഗാർബൻഡേലുണ്ടോ എന്ന് തന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ അതെങ്ങനെയാണ് അറിഞ്ഞ്? അതൊന്നും അവർക്ക് അറിയത്തില്ല, അവർ പറയുന്നത് അവിടെ ഇല്ല, അങ്ങനത്തെ ഒരു നിഗമനത്തില്ല. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇനി മൺഡേ സെർച്ച് റീസ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ, സൺഡേ അവർക്ക് സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മൺഡേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ ഇനിയിപ്പോൾ ഹെലികോപ്റ്റർ കൊണ്ടുവരത്തില്ല, ഡോഗ് സെർച്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞു. സൺഡേ ഒന്നുമില്ല. അപ്പം ഞങ്ങൾ രാവിലെ ഞങ്ങളെ ഒത്തിരി മീഡിയാസൊക്കെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് തോന്നി കൊച്ചിൻ്റെ ന്യൂസ് എങ്ങും പോകുന്നില്ല, ഇങ്ങനെ ഇവൻ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് പോലും അവിടെ ആരും അറിയുന്നില്ല. അപ്പം വിളിച്ച മീഡിയയോട് ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഞങ്ങൾ ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞു. അവർ വന്ന് ഞങ്ങളൊരു ഇൻ്റർവ്യൂ കൊടുത്തു അവർക്ക്. അപ്പം അതാണ് അങ്ങനെ പോയത്. സൺഡേ ഒന്നും അവർ ചെയ്തില്ല. മൺഡേ രാവിലെ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ അവർ വിളിപ്പിച്ചു, ഡെപ്യൂട്ടി ചീഫ് വിളിച്ചിട്ട് ഞങ്ങളെ അവർ പറയുന്നത് ആദ്യം ദേഷ്യപ്പെടുകയത് ഞങ്ങൾ മീഡിയയോട് സംസാരിച്ചത് ശരിയായില്ല, അത് കേസിനെ ബാധിക്കും, അത് നിങ്ങൾ ചെയ്യരുതായിരുന്നു, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വേറെ ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ ഈ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളിൻ്റെ കുഞ്ഞവിടെ പഠിക്കുന്നുണ്ട് ആ കോളേജിൽ, അവൻ പോലും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു മിസ്സിങ് കേസ് ഇവിടെ പ്രവീൺ മിസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം അത് ന്യൂസ് ഒന്ന് പോട്ടെ എന്നോർത്ത് മാത്രം പറഞ്ഞാൽ നിങ്ങളും വേറെ സെർച്ചൊന്നും നടത്തുന്നില്ലെന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിവേ അവർക്ക് എന്താണോ ഞങ്ങളത് മീഡിയയോട് സംസാരിച്ചത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴത്തേക്ക് ഇവിടുന്ന് കമ്മ്യൂണിറ്റി നമ്മുടെ ഗ്ലാഡ്സൺ വർഗീസ് ഓൾറെഡി അന്ന് ഷീല സൈമൺ ഇവിടെ ലഫ്റ്റനൻറ്റ് ഗവർണറായിരുന്നു, പുള്ളിക്കാരിയെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. പുള്ളിക്കാരി കാർബൺഡേലിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ മൺഡേ രാവിലെ ആയപ്പോഴത്തേക്ക് അവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഈ അന്വേഷണം കുറച്ചുകൂടെ ഇതാക്കണമെന്ന് അതുകൊണ്ടായിരിക്കണം ഞങ്ങളെ രാവിലെ ഓഫീസിൽ വിളിപ്പിച്ച്. അന്നേരം ആ പോലീസ് ചീഫ് പറഞ്ഞു ഇങ്ങനെ അവർ ചൊവ്വാഴ്ച അവർ ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവരും, കുറച്ചുകൂടെ ഏരിയ വുഡ്സ് സെർച്ച് ചെയ്യാനുണ്ട്, അങ്ങനെ അത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പെർമിഷൻ വേണം, നേരെ ഹെലികോപ്റ്റർ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞു. അന്നേരം ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു ഇങ്ങനെ ഷീല സൈമൺ പറഞ്ഞിട്ടാണ് ഗ്ലാഡ്സൺ കോണ്ടാക്ട് ചെയ്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കന്ന് മനസ്സിലായില്ല. പക്ഷേ എനിവേ മൺഡേ അവർ എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി കൂട്ടി. വൈകുന്നേരമായപ്പം പ്രവീണിൻ്റെ ഫ്രണ്ട്സ് കോളേജിലൊരു വിജിൽ സർവീസ് വെച്ചായിരുന്നു. ഞങ്ങൾ ആ വിജിലിന് പോയി. അവിടെ ചെന്നപ്പോഴും ഒന്നും ആർക്കും ഒരു ഐഡിയ ഇല്ല, ഒരു ക്ലൂ ഇല്ലെന്നാണ് പോലീസ് ഞങ്ങളോട് പറയുന്നത്. വിജിൽ സർവീസ് കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്കും അവിടെ പ്രവീണിനെ സൈക്കോളജി പഠിപ്പിച്ചിരുന്ന ഒരു ഇന്ത്യൻ ടീച്ചറാണ്. ആ പുള്ളിക്കാരി അവരുടെ ഹസ്ബൻഡും കൂടെ വന്നു. അങ്ങനെ അവർ ഞങ്ങളോട് ചോദിച്ചു പാർട്ടി നടന്ന വീട്ടിൽ നിങ്ങൾ പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, പോയില്ല. അപ്പോൾ അവരാണ് ഞങ്ങളെ പാർട്ടി നടന്ന വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പോൾ അതുവരെ പ്രവീൺ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു ബ്ലഡി നക്കോസ് ഗസ് ഐ വാസ് ഇൻ എ ഫൈറ്റ് എന്നൊക്കെ. അപ്പോൾ ആ ട്വീറ്റ് കണ്ടപ്പോൾ എല്ലാവരും ഓർത്തു ഇവൻ എന്തോ വലിയ ഫൈറ്റിൽ പോയി എന്നൊക്കെയാണ് അന്ന് ന്യൂസ് ഇറങ്ങിയത്. അപ്പം ഞങ്ങൾ ഈ വീട്ടിൽ ചെന്ന് ആ വീട്ടിലെ പിള്ളേരാണ് പറഞ്ഞത് അവിടെ ഈ വിൻഡോ
ഗ്ലാസ് എപ്പോഴും താന്ന് വരുന്നതുകൊണ്ട് അവിടെ ഒരു ബിയർ ക്യാൻ വെച്ചിരുന്നു. ഇവൻ ആ ബിയർ ക്യാൻ വലിച്ചപ്പോൾ ആ വിൻഡോ കയ്യിലോട്ട് വീണ് കയ്യിൽ തൊലി പൊട്ടി. അത് അത്രയേ ഉള്ളൂ അവിടെ സംഭവം നടന്നത്, അല്ലാതെ അവിടെ ഫൈറ്റ് നടന്നില്ല, ഒന്നും നടന്നില്ല. അപ്പോൾ പ്രവീണിൻ്റെ സ്വഭാവത്തിന് അവനിപ്പോൾ ഒരു ഉറുമ്പിനെ കണ്ടാൽ അവൻ പറയും ഞാനൊരു ആനയെ കണ്ടെന്ന്, അത്ര അങ്ങനത്തെ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരാളാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ട്വീറ്റ് അത് തന്നെയായിരുന്നായിരിക്കും. ഇങ്ങനെ എല്ലാവരെയും ഒന്ന് അറിയിപ്പിക്കാൻ വേണ്ടി, ഒരു കൂൾ കൈയാണെന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്താണെന്നുള്ളതെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറയുന്നു അവിടെ ഒന്നും സംഭവം നടന്നിട്ടില്ല, അവർക്ക് ആർക്കും ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. ചൊവ്വാഴ്ച രാവിലെ ഞങ്ങൾ ആ ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഇന്ന് ഈ അങ്ങോട്ട് ആ വുഡ്സിലേക്ക് നോക്കിയിരുന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏത് നേരം. ആ വിൻഡോ തുറന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം, ഈ ഹൈവേ കാണാം. അപ്പം ഞാനിങ്ങനെ പറയാം, എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും ഇതിൽ വണ്ടിയെ കൊണ്ടുപോയായിരിക്കുമോ, അങ്ങനെ ആരെങ്കിലും ഇതിൽ എന്തെങ്കിലും ചെയ്തായിരിക്കുമോ, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ ഞാനത് പറയുകയും ചെയ്യുന്നുണ്ട്. ട്യൂസ്ഡേ രാവിലെ ആയപ്പോഴത്തേക്കും കോളേജിലെ ഡീന് രാവിലെ ഞങ്ങളുടെ റൂമിൽ വന്നു. അവർ വന്നിട്ട് അവർ പോകുന്ന മട്ടൊന്നുമില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഇരിക്കും, ഇവരെന്ത് ചെയ്താൽ പോകത്തില്ല. അവർ ടെൽ മീ മോർ അബൌട്ട് പ്രവീൺ അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊരു ഫോൺ കോൾ വന്നു. ആ കോള് കിട്ടിക്കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഐ ബി റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞ് താഴെ പോയിട്ട് അവരെ പോലീസ് ചീഫിനെയും കൊണ്ടാണ് മേളി വരുന്നത്, ഡെപ്യൂട്ടി ചീഫിനെയും കൊണ്ട് മേളി വരുന്നത്. അയാൾ വരുന്ന കണ്ടപ്പോഴേ എന്തോ എനിക്ക് സംഗതി ശരിയല്ലാന്ന് തോന്നി. അയാളാണ് പറയുന്നത് ഇങ്ങനെ വി ഫൗണ്ട് പ്രവീൺ ബ്രാൻഡിച്ചു സി എല്ലാവരും ചോദിച്ചിട്ട് അല്ലെന്ന് പറഞ്ഞു. അതോടെ ഒത്തിരി ആളുകൾ ഞങ്ങളുടെ ഫാമിലി അത്രയും ദിവസങ്ങളായിട്ട് ഈ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വിവരം അറിയുന്നത്. അപ്പം അന്നേരം അയാൾ പറഞ്ഞു ഇവിടുന്ന് 500 നിങ്ങൾ ഇവിടെ നിൽക്കുന്നിടത്തുനിന്ന് 500 യാർഡ് ഉള്ളിലേക്കാണ് അവനെ കിട്ടിയെന്നു പറഞ്ഞു. അങ്ങനെ അതോടെ ഞങ്ങളുടെ ജീവിതം തിരിഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ കോർണർ ഒരു ഡോക്ടറാണ് അവിടെ, ഡോക്ടർ കൂഫർ, അയാളും 2 പോലീസുകാരും പോലീസ് ചാപ്ലൈനും എല്ലാം കൂടെ വന്നു. ഇങ്ങനെ സോറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ അവരുടെ പ്രോസസ്സിങ് തുടങ്ങുവാണ്, ഓട്ടോപ്സി ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അറിയത്തില്ല, ഫ്യൂ ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചാൽ അതിന് ഫ്യൂ ഡേയ്സ്. അപ്പോൾ അവർ പറഞ്ഞു അത് പത്തോളജിസ്റ്റ് ഇന്ത്യാനയിൽ നിന്ന് വരണം, അയാളുടെ അവൈലബിലിറ്റി എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഫ്യൂ ഡേയ്സ് വേണ്ട, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോയാൽ മതി. അയാൾ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ പറയാം, അയാളുടെ എയർ ഫെയർ ഞങ്ങൾ കൊടുക്കുക, അയാളെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം അന്നേരം മോള് ചോദിച്ചു എപ്പോഴാണ് പ്രവീണിനെ കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങളോട് കോർണർ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ വെച്ച് കാണാൻ പറ്റത്തില്ല, ഷിക്കാഗോയിൽ നിങ്ങളുടെ ഫ്യൂണറൽ ഹോം ഓഫ് ചോയ്സ് അവനെ കൊണ്ടുവരും, അന്നേരം അവിടെ വെച്ചാൽ കാണാൻ പറ്റത്തുള്ളൂ. അത് കേട്ടതോടെ എല്ലാവരുടെയും അന്നേരം നമുക്ക് മനസ്സിലായി എന്തോ അവിടെ സംഭവിക്കുന്നു എന്നുള്ളത്. അങ്ങനത്തേക്ക് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് വെള്ളം ഉണ്ടാക്കി. ഞാൻ ശരിക്കും സ്ക്രീം ചെയ്തു. ഞാൻ പറഞ്ഞു ഞങ്ങൾ വന്ന് ഞങ്ങളുടെ കുഞ്ഞാന്ന് പറയാതെ അവനെ തൊടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി ബഹളം അവിടെ ഉണ്ടാക്കി. അവർ പിന്നെ രണ്ടൊക്കെ ഫോൺ കോളൊക്കെ ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞു 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാം. അങ്ങനെ ഞങ്ങൾ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇവനെ അവർ GI ലാബിൽ ഒരു സ്ട്രെച്ചറിൽ ഇങ്ങനെ പ്രോപ്പപ്പ് ചെയ്ത് കിടത്തിയിട്ടുണ്ട്. അവൻ്റെ കഴുത്ത് വരെ ഒരു തുണിയിട്ട് മൂടി വെച്ചിട്ട് തല മാത്രം കാണിച്ചു. അപ്പോൾ നമ്മളെ റൈറ്റ് സൈഡിൽ നിന്ന്, അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ നിന്നൊക്കെ ഒത്തിരി ആളുകൾ, ഞങ്ങളുടെ ഫാമിലി മുഴുവനും ഉണ്ട്, പള്ളിയിൽ നിന്ന് ഒത്തിരി ആളുകളുണ്ട്, എല്ലാവരും അതിനകത്തുണ്ട്. എല്ലാവരും അവൻ്റെ തലയിൽ ബ്രൂസ് കണ്ടു. അത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു സംബഡി ബീറ്റ് മൈ കിഡ്. അപ്പോൾ അവർ പറഞ്ഞു അവൻ തല കമന്നാണ് കിടന്നത്, ക്രോസ് ബൈറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അന്നേരം മുതൽ ഞങ്ങൾക്ക് സംശയം തുടങ്ങി എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളത്. പിറ്റേ ദിവസം ഓട്ടോപ്സി കഴിഞ്ഞു വൈകിട്ട് ഞങ്ങൾ പോലീസ് ഡെപ്യൂട്ടി ചീഫുമായിട്ട് ഫൈനൽ ബ്രീഫിങ്ങിന് ഞങ്ങൾ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് ഇവരുടെ സ്റ്റോറി നമ്മൾ കേൾക്കുന്നത്. അന്നേരം അവർ ഞങ്ങളോട് പറഞ്ഞു പ്രവീൺ ഒരു പാർട്ടിക്ക് പോയി, അവിടുന്ന് വേറൊരു പാർട്ടിക്ക് പോയി, അവിടുന്ന് ഒരു ഫ്രണ്ടിൻ്റെ കൂടെ കാറിൽ പോയി, അവർ ഡ്രങ്ക് ആയിരുന്നു, മേ ബി ഹി വാസ് ലുക്കിംഗ് ഫോർ ഡ്രഗ്സ്, അങ്ങനെ ഫൈറ്റ് ഉണ്ടായി, അവൻ കാട്ടിലേക്ക് കൊടുത്തു. ഇതാണ് ഞങ്ങളോട് പറയുന്ന സ്റ്റോറി. അപ്പം
അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇസ് ദാറ്റ് ബോയ് എ സസ്പെക്ട്? അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അവനെ സസ്പെക്റ്റ് ആയിട്ടൊന്നും വെക്കേണ്ട യാതൊരു കാര്യമില്ല, അവനെല്ലാം അവരോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഉടനെ പിന്നെ ഞങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ റിവാർഡ് മണി എപ്പോഴാണ് കൊടുക്കുന്നതെന്ന്. അപ്പം പിന്നെയാണ് ഞങ്ങൾ അറിയുന്നത് ഈ കാറെ കൊണ്ടുപോയി എന്ന് പറയുന്ന ആളിൻ്റെ കസിനാണ് ടിപ്പറായിട്ട് വന്നത്, പൈസയ്ക്ക് വേണ്ടി വന്നതാണ്. അപ്പം അന്നേരം ഞങ്ങൾ പറഞ്ഞു അങ്ങനെ പൈസ എങ്ങനെ നമ്മൾ ഈ ചെറുക്കൻ എന്താ ഇതിനകത്ത് എന്തെങ്കിലും പാർട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ലല്ലോ, അതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിയുമ്പം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഫ്ലയർ അടിച്ചപ്പോൾ അതിനകത്തൊരു കോട്ടുണ്ടായിരുന്നു, പ്രവീണിൻ്റെ സേഫ് റിട്ടേണിന്, അല്ലെങ്കിൽ അവനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കൺവിക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളിന്, അങ്ങനെയാണ് എഴുതിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൈസ കൊടുക്കേണ്ടി വന്നില്ല. പക്ഷേ പോലീസുകാർ ഞങ്ങളോട് പിന്നെ ചോദിക്കുന്നത് എപ്പോഴാണ് കൊടുക്കുന്നത്. അവസാനം ഒരു ഡിറ്റക്റ്റീവ് ഞങ്ങളോട് പറഞ്ഞു ഡോണ്ട് ബി സർപ്രൈസ്ഡ് ഇഫ് യു ഗെറ്റ് എ നോക്ക് ഓൺ യുവർ ഡോർ. എന്നാൽ അവന് എന്നും അവരെ വിളിക്കുവാണ്, വീട്ടിൽ കയറി വരുമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ശരിക്കും പേടിപ്പിച്ചു വിട്ടു. അപ്പം അന്നേരവും ഞങ്ങൾ കൊച്ചിനെ എവിടെയാണ് കിടന്നതെന്നുള്ളതൊന്ന് കാണിക്കാൻ പറഞ്ഞപ്പം ഡെപ്യൂട്ടി ചീഫ് പറയുന്നു ഇപ്പം അങ്ങ് ഇരുട്ടായി, ഇനി കാട്ടി പോയാൽ ഞാനോട് അങ്ങ് ലോസ്റ്റായി പോകുമെന്ന് എനിക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞു. 3 മണിയായിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ ഒത്തിരി പേരുണ്ട്. അപ്പം അന്നേരം പോലീസ് ചാപ്ലൈനാണ് ഞങ്ങളുടെ സഹായത്തിന് വന്നത്. ആ ആള് പോലീസുകാരോട് പറഞ്ഞു ഞാൻ അവരുടെ കൂടെ പോയിക്കോളാം, നിങ്ങൾ എവിടെയാണെന്ന് കൊണ്ട് കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അവസാനം എനിവേ പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി. നമ്മളൊരു അരമണിക്കൂർ ഈ കാടിനുള്ളിലേക്ക് നടന്നു. അവിടെ മുള്ളെന്ന് പറഞ്ഞാൽ നമുക്ക് പകൽ അതിനകത്തൂടെ നടക്കാൻ പാടാം. അപ്പം അതിനകത്തൂടാണ് ഈ കൊച്ച് രാത്രി ഓടിപ്പോയി എന്ന് ഇവർ നമ്മളോട് പറയുന്നത്. അപ്പം എനിവേ ഞങ്ങളൊരു 20 മിനിറ്റ് നടന്നാണ് ഇവനെ കണ്ടു എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഞങ്ങളെ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പം പോലീസ് പറഞ്ഞു ഇവിടാണ്, അവൻ്റെ ഒരു ഷൂ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ഷൂ അവിടെ ഉണ്ടായിരുന്നു, ഫോൺ കയ്യിലുണ്ടായിരുന്നു, സ്റ്റോറികളൊക്കെ കേട്ടു. ഞങ്ങൾ അവിടെ ഒരു കുരിശൊക്കെ വെച്ചിട്ട് ഞങ്ങളിങ്ങി പോന്നു. ഇവിടെ വന്ന് പിറ്റേ ദിവസം നമ്മൾ ഫ്യൂണറൽ ഹോമിൽ ഇരിക്കുമ്പോൾ ആണ് മോനെ കൊണ്ടുവരുന്നത് അവർ. അപ്പോൾ ഫ്യൂണറൽ ഹോമിൻ്റെ ഡയറക്ടർ അവിടെ പോയി അവനെ കണ്ടിട്ട് അയാൾ അന്നേരം തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചില്ല അവർ നേഴ്സല്ലേ? ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഹണി യു ബെറ്റർ ഗോ സീ ഹിം, ദിസ് ഇസ് നോട്ട് എ ഫ്രോസ്റ്റ് ബിറ്റൻ ബോഡി, അവൻ ഇഞ്ചുറി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ അന്നേരം എല്ലാവരും ഇങ്ങനെ എനിക്കെന്തോ ഭയങ്കര സംശയമാണ്, കൊച്ചിൻ്റെ നെറ്റിയെല്ലാം മുറിവ് കണ്ടപ്പോൾ മുതൽ അവനെ ആരും ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ളത്. ഞങ്ങൾ രണ്ടുപേരും പോയി അവനെ കണ്ടു. അവൻ്റെ ദേഹത്ത് ഞങ്ങളകത്ത് കയറിയപ്പോൾ ഫ്യൂണറൽ ഹോമിൽ മാർക്ക് എന്നാണ് അവൻ്റെ പേര്. പുള്ളി എന്നോട് പറഞ്ഞു പേ ക്ലോസ് അറ്റൻഷൻ ടു ഹിസ് റൈറ്റ് ആം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഈ കയ്യിലെ ഈ പാടും തലയിലെ പാടും അവൻ്റെ കാലയിലും ഒക്കെ ഒത്തിരി കൊച്ചിന് 22 ഇഞ്ചുറി അവൻ്റെ ദേഹത്തുണ്ട്. അപ്പോഴത്തേ പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞപ്പം മാർക്ക് ചോദിച്ചു നിങ്ങൾക്ക് സെക്കൻഡ് ഓട്ടോപ്സിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ വിചാരം ഇതെങ്ങനെ എവിടെ സംഭവം നമുക്കൊന്നും അറിയത്തില്ല, ഇത് എവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വിചാരം കൗണ്ടിൽ കൊണ്ടുപോകണം, അതിനി കുറേ ദിവസങ്ങൾ എടുക്കുമോ, അങ്ങനത്തെയൊക്കെ ചിന്തയില്ല. അപ്പോൾ അയാൾ പറഞ്ഞില്ല ഫ്യൂണറൽ ഹോമിൽ ചെയ്യാം, അയാൾ അറിയുന്ന പത്തോളജിസ്റ്റ് ഉണ്ട്, സാധാരണ അങ്ങനെയുള്ളവർ അവിടെ വന്നാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഡോക്ടർ മർഗോളിസിനെ വിളിച്ചപ്പം അയാൾ ഫോൺ എടുത്തില്ല. അപ്പോൾ അന്നേരം മാർക്ക് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ പള്ളിയിലെ സ്ഥലം. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം വെയ്ക്കുക, അതിൻ്റെ പിറ്റേ ദിവസം ഫ്യൂണറൽ സർവീസ് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ മാർക്ക് പറയുന്നു നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, പള്ളിയിലെ സർവീസ് കഴിയുമ്പം ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ബാക്കി ഡോക്ടർ മർഗോളിസിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന് ഫ്യൂണറൽ സർവീസ് ചെയ്താൽ. ഞങ്ങൾ പറഞ്ഞില്ലല്ല അങ്ങനെയല്ല നമ്മുടെ ഇത്, അങ്ങനെ ഞങ്ങൾക്ക് സെമിത്തേരിയിലുള്ള ഒരു സർവീസ് ഉണ്ട്, അതിനൊക്കെ ചെയ്യാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞു ഇത് ദൈവം നടത്തിപ്പല്ലെങ്കിൽ ആ ഡോക്ടറെ കിട്ടുന്നില്ലെങ്കിൽ ഇത് ചെയ്യണ്ട, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഓട്ടോപ്സി ചെയ്യേണ്ട എന്നാണ് ദൈവത്തിൻ്റെ തീരുമാനം. ആ ഡോക്ടറെ കിട്ടിയില്ലെങ്കിൽ വേണ്ട ഫൊർഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോന്നു. ഇവിടെ വന്ന് ഹോൾ ഡേ പിന്നെ ആ കാര്യം മറന്നുപോയി. ഇപ്പോൾ ഇവിടെ വന്നവരോടെല്ലാം ഞാനിങ്ങനെ കൊച്ചിൻ്റെ ഇഞ്ചുറിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. രാത്രി ഒരു 9 മണിയായപ്പോൾ ഡോക്ടർ മർഗോളിസിൻ്റെ ഫോൺ വന്നു. അയാൾക്ക് പിറ്റേ ദിവസം ഇന്ത്യാനായി ചെയ്യാനുണ്ടായിരുന്ന ഒരു കേസ് ക്യാൻസലായി, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രവീണിൻ്റെ ചെയ്യാമെന്ന്. അങ്ങനെ പിറ്റേത് ഫ്രൈഡേ രാവിലെ ഞങ്ങൾ ഫ്യൂണറൽ ഹോമിൽ പോയി കൺസെൻ്റ് എല്ലാം സൈൻ ചെയ്തു. അങ്ങനെയാണ് ഈ ഡോക്ടറെ കണ്ട് ഇത് ചെയ്യുന്നത്.
അന്ന് വെയ്ക്കെല്ലാം കുറച്ച് ലേറ്റായിപ്പോയി, ആ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ട്. അന്ന് സാറ്റർഡേ അവൻ്റെ ഫ്യൂണറൽ സർവീസും കഴിഞ്ഞ്. ഫ്യൂണറൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 10,000-ൽ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു ഫ്യൂണറൽ ഇവിടെ ആരും കണ്ടിട്ടില്ല. അതുപോലെ ഈ മലയാളി സമൂഹം കണ്ടതിൽ ഏറ്റവും വലിയതെന്ന് പറയാൻ നമുക്ക്, ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ പറയാൻ ആരെങ്ങനെ കാണാൻ വരുന്നത് അതുപോലെ അങ്ങ് ആളുകൾ വന്നു. വലിയൊരു ഫ്യൂണറൽ കൊച്ചിനെ സന്തോഷമായിട്ട് യാത്രയാക്കി. അന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് മൺഡേ ഞങ്ങൾ ഡോക്ടർ മർഗോളിസിൻ്റെ അടുത്ത് പ്രിലിമിനറി മീറ്റിങ്ങിനടുത്ത് ചെന്നപ്പം ഞങ്ങൾക്ക് അന്നേരം പുള്ളി പറഞ്ഞു, അവൻ്റെ നെറ്റിക്ക് 4 അടിയുണ്ട്, കയ്യിലെ ഇഞ്ചുറി ഡിഫെൻസീവ് ഇഞ്ചുറിയാണ്. അത് എത്രമാത്രം ഡെപ്ത് ഉണ്ടെന്നുള്ളത് അയക്ക് ഇത് സൈറ്റോളജി റിസൾട്ട് എല്ലാം കിട്ടിയിട്ടേ അറിയാൻ പറ്റത്തുള്ളൂ. അതൊരു 6 വീക്സ് എടുക്കും. ടോക്സിക്കോളജി റിസൾട്ട് 2 വീക്സിനകം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഇവിടെ ഇങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്, മറിയാമ്മ പിള്ള ആൻറ്റി. ആ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, ഇവിടെ മലയാളികൾക്ക് എല്ലാം മനസ്സിലായി ഇതിനകത്ത് എന്തോ കളികളുണ്ട്, എന്തോ സംഭവിച്ചു എന്നുള്ളത് എല്ലാവർക്കും ഒരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മീറ്റിംഗ് വിളിച്ച് പള്ളി നിറയെ ആളുകളും. അന്ന് ഷീല സൈമൺ വന്നു, വേറെ കുറച്ച് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അന്നത്തെ ആ മീറ്റിങ്ങിൽ ആണ് ഞാൻ ആദ്യമായിട്ട് മോൻ്റെ വെയ്റ്റിൻ്റെ അന്ന് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു ആദ്യമായിട്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പബ്ലിക്കായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത് അന്നാണ്. അപ്പോൾ ആ വീഡിയോ അങ്ങ് വൈറലായിപ്പോയി. ശരിക്കും ഒരു കോളേജിൽ പോയ ഒരു കൊച്ചിന് പറ്റിയ ഒരു അത്യാഹിതം. അപ്പം അതിൻ്റെ പുറകിൽ ഒത്തിരി കാര്യങ്ങൾ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വന്നതെന്ന് പറയാൻ, ഈ ഡ്രൈവർ ആരാണെന്നോ ടിപ്പ് കൊടുത്തത് ആരാണെന്നോ ഒന്നും ഞങ്ങളോട് അവർ പേരൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ കാർബൺ ഡെയിലിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ മോക്കൊരു ഫോൺ വന്നു. ഓള് ഫോൺ എടുത്തിട്ട് അങ്ങ് ഡിസ്കണക്ട് ചെയ്തു. ഞങ്ങൾ പിന്നെ ആ കാര്യം മറന്നു. സൺഡേ ഇവിടെ നിന്നപ്പോൾ ഞങ്ങളെ പള്ളിയിലുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ മോണിക്ക സൂക്കസ് എന്ന് പറയുന്ന ഒരാൾ കാർബൺ ഡെയിലിൽ ഒരു റേഡിയോ ഷോ ചെയ്തിട്ടുണ്ട്. അപ്പം പ്രവീണിനെ കൊണ്ടുപോയ കാറിൻ്റെ പുറകിൽ ഒരു സ്റ്റേറ്റ് ട്രൂപ്പർ വന്നു നിന്നു അവളിപ്പം പറയുന്നത്, അത് പോയി വാച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മമ്മി ഓർക്കുന്നുണ്ടോ എന്ന് വിളിച്ച ആൾ. ഞാൻ പറഞ്ഞു അവരെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം പുള്ളിക്കാരി ഞങ്ങളോട് ആദ്യം പറഞ്ഞു, മോളോട് ആദ്യം പറഞ്ഞു, യു ക്യാൻ മോൺ യുവർ ബ്രദർ ലേറ്റേഴ്സ്, ആക്ട് നൗ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ റേഡിയോ ഷോ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിന് പുറകിൽ ഇത്രയും കഥകൾ വേറെ ഉണ്ടായിരുന്നു എന്ന് കാണുന്നത്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ട്രൂപ്പർ ആ സീനിലുണ്ടായിരുന്നു എന്നൊക്കെ അറിയുന്നത്. അതിനോടകം പിന്നെ മീറ്റിംഗ് കൂടി, പല കമ്മിറ്റികൾ അതിൻ്റെ കൂടെ രൂപീകരിച്ചു. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ അതിൻ്റെ ഒരു പ്രവീൺ ആക്ഷൻ കൗൺസിൽ എന്ന് പറഞ്ഞൊരു ഒരു ഓർഗനൈസേഷൻ രൂപീകരിച്ചു. ഗ്ലാഡ്സൺ വർഗീസും മറിയാമ്മ പിള്ളയും രണ്ടുപേരും കൺവീനേഴ്സായിട്ട് ഒരു 40 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി എടുത്തു. അത് പിന്നെ അങ്ങ് വളരെ ആക്റ്റീവായിട്ട് ഞങ്ങൾക്ക് എന്ത് വേണോ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു 40,000 സിഗ്നേച്ചേഴ്സ് കളക്ട് ചെയ്തു. കാർബൺ ഡെയിലി പോയി ഒരു മെമ്മോറിയൽ സർവീസ് മെയിൽ നടത്തി. അപ്പം അന്ന് 40,000 സിഗ്നേച്ചേഴ്സ് ഒരു മാസം കൊണ്ട് കളക്ട് ചെയ്തു. 25 ആയിരുന്നു ടാർഗറ്റ്, പക്ഷെ അത് 40 ആയപ്പോൾ ഞങ്ങൾ നിർത്തി. അങ്ങനെ അത് അവിടെ കൊണ്ട് കൊടുത്തു. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ എന്തോ ഇതിനകത്തെ കള്ളക്കളികൾ വെളിയിൽ കൊണ്ടുവരണമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇത് പിന്നെ മുന്നോട്ട് പോയത്. അത് മുന്നോട്ട് പോയ പിന്നെ ഞങ്ങൾ കൊണ്ടുപോയ ആളിൻ്റെ പേരും ഒക്കെ അറിഞ്ഞു. അതിനോടകം കൊച്ചിൻ്റെ ടോക്സിക്കോളജി റിസൾട്ട് വന്നു. 2 സ്ഥലത്തു നിന്നും ടോക്സിക്കോളജി നെഗറ്റീവായിട്ട് വന്നു. ഡ്രഗ്സും ഇല്ല, ആൽക്കഹോളും ഇല്ല. അപ്പോൾ പിന്നെ എന്താ ഇതിനകത്ത് സംഭവിച്ചതെന്നുള്ളത് ശരിക്കും അറിയണമെന്നുള്ള ഒരു വാശിയായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. ഞങ്ങൾ ഓഗസ്റ്റിൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു. ഈ കൊണ്ടുപോയി എന്ന് പറയുന്ന ചെറുക്കൻ്റെ പേരിൽ, അവൻ്റെ പേര് ഗേജ് ബത്തൂൺ എന്നാണ്. ആ ചെറുക്കൻ്റെ പേരിൽ കേസ് ഫയൽ ചെയ്തു. അവന് പ്രവീണിനെ അറിയത്തില്ല, പ്രവീൺ അവനെ അറിയത്തില്ല, ടോട്ടൽ സ്ട്രേഞ്ചറാണ്. പക്ഷെ ഞങ്ങളോട് പറഞ്ഞ കഥ വേറെ, പോലീസ് പറഞ്ഞ കഥ. അപ്പം ഞങ്ങൾക്ക് അന്ന് ഇവരിങ്ങനത്തെ സ്റ്റോറിയൊക്കെ പറഞ്ഞപ്പം പ്രവീണിൻ്റെ സ്വഭാവം അനുസരിച്ച് അവൻ ഒരാളോട് ഇന്ന് മിണ്ടിയിട്ടുണ്ടെങ്കിൽ നാളെ ആൾ അവൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അപ്പം
ഈ പേര് ഞങ്ങൾ സെർച്ച് ചെയ്തപ്പം പ്രവീണിന്റെ ഫ്രണ്ട് അല്ല, അവരുടെ ഫ്രണ്ട്സ് ഒന്നും ഈ ചെറുക്കനെ അറിയത്തില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് സംശയമായി ഇത് എന്തൊക്കെയോ ഇതിന് പുറകിൽ നടക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഓഗസ്റ്റിൽ കേസ് ഫയൽ ചെയ്തത്. കേസ് ഫയൽ ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരെ പോലീസ് ചീഫിനെ ഞങ്ങൾ ഫയർ ചെയ്തു. കാരണം ഈ പോലീസ് ചീഫാണ് പ്രവീണിനെ കിട്ടിയ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടി പറഞ്ഞത് ഫൗൾ പ്ലേ ഒന്നുമില്ല, പ്രവീണിന് ഇഞ്ചുറി ഇല്ല, ഇങ്ങനെ ഡ്രങ്ക് ആയിരുന്നു, കാട്ടിലേക്ക് ഓടിപ്പോയി മരിച്ചു, ഹൈപ്പോതെർമിയാണ് എന്ന് പുള്ളി അന്നേരം അങ്ങ് ഓട്ടോപ്സിക്ക് മുന്നേ പോലും എല്ലാ കാര്യങ്ങളും അങ്ങ് തീരുമാനിച്ചു പറഞ്ഞു. അപ്പോൾ ആ പോലീസ് ചീഫിനെ ഞങ്ങൾ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരങ്ങ് ഫയർ ചെയ്തു. അതോടെ നമ്മൾ മിണ്ടാതിരിക്കുമെന്നായിരിക്കണം അവരോർത്തത്. പക്ഷേ അന്നേരവും നമ്മൾ മിണ്ടാതിരുന്നില്ല. പിന്നെ ഇവിടെ മോഷൻ ഗ്രൂപ്പ് മേയർ വലിയൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ കോൺഗ്രസ് വുമൻ ജാൻ ഷക്കോസ്കി ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ വാഷിങ്ടൺ DC പോയി പലരെ ഞങ്ങൾ സ്റ്റേറ്റ് സെനറ്ററെയൊക്കെ കണ്ടു. പലയിടത്ത് ഞങ്ങളെ കൊണ്ടാകുന്ന പോലെ എല്ലാം പൊളിറ്റിക്കലി ഇവിടുത്തെ അറ്റോർണി ജനറൽ, ഗവർണർ, അന്നത്തെ ഗവർണർ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ അവന്യും ഞങ്ങൾ റീച്ച് ഔട്ട് ചെയ്തു. കാരണം ഗ്ലാഡ്സൺ വർഗീസ് അതിനകത്ത് ഒരു കീ പ്ലെയറാണ്. പുള്ളിക്ക് ഒത്തിരി പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ എവിടെ ചെന്നാലും ഗ്ലാഡ്സൺ ഈ കാര്യം സംസാരിക്കും. ഗ്ലാഡ്സൺ പോകുന്നിടത്തെല്ലാം എന്നെ എങ്ങനെയെങ്കിലും ഒരു ഗസ്റ്റ് പാസ് എങ്കിലും എടുത്ത് അവിടെ കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ പൊളിറ്റിക്കലി ഒത്തിരി കണക്ഷൻസ് വന്നു. അങ്ങനെയാണ് ഈ കേസ് പിന്നെ പബ്ലിക് അറ്റൻഷൻ കിട്ടാൻ തുടങ്ങി. മീഡിയയിൽ നിർത്താൻ ഞങ്ങൾക്ക് പറ്റി. ഇവിടുത്തെ ഏറ്റവും വലിയൊരു മീഡിയ NBC ഷിക്കാഗോ ചാനൽ 5 ഈ സ്റ്റോറി എടുത്തു. അവർ 3 ദിവസം കാർബൺ ഡെയിലി പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി അവരൊരു നല്ലൊരു സ്റ്റോറി ഇട്ടു. അപ്പം അങ്ങനെ എല്ലാം വന്നു. ഈ പോലീസ് കേസ് ഉടനെ സ്റ്റേറ്റ് അറ്റേർണിയെ ഏൽപ്പിച്ചു. സ്റ്റേറ്റ് അറ്റേർണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ വർത്താനം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു നീതിയും കിട്ടത്തില്ലെന്ന് മനസ്സിലായി. അവിടെ വേറൊരു കേസ് ഇതുപോലെ ഉണ്ടായിരുന്നു, മോളിയങ് എന്ന് പറയുന്നത്. ആ മോളിയങ്ങിൻ്റെ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത സെയിം സ്റ്റേറ്റ് അറ്റേർണിയാണ് പ്രവീണിൻ്റെ കേസും അന്വേഷിച്ചത്. ആ കൊച്ചിനെ കാർബൺഡെയിൽ പോലീസ് ഡിസ്പാച്ചർ അവരുടെ ഓൺ ആൻഡ് ഓഫ് ബോയ് ഫ്രണ്ട് ആയിരുന്നു. അവൻ വെടിവെച്ച് കൊന്നതാണ്. പക്ഷെ ആ കേസ് ആ കൊച്ച് സൂയിസൈഡ് ചെയ്താന്ന് പറഞ്ഞ് റൂൾ ഔട്ട് ചെയ്തൊരു റിപ്പോർട്ട് ഇറക്കി. അപ്പം അന്നേരം നമുക്ക് സംശയം ഉണ്ടായിരുന്നു ഈ കേസും ഇങ്ങനെ പ്രവീണിനെ എന്തെങ്കിലും പറഞ്ഞൊക്കെ ചെയ്യുമെന്ന്. എനിവേ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അയാൾ ചെയ്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ അയാളൊരു റിപ്പോർട്ട് റിലീസ് ചെയ്തു. പ്രവീണിനെ അവൻ്റെ മരണത്തിന് അവൻ തന്നെയാണ് കാരണക്കാരൻ എന്നുള്ള രീതിയിൽ 16 പ്രാവശ്യം പ്രവീൺ ഡ്രങ്ക് എന്ന് എഴുതി വെച്ചു. പക്ഷേ ഈ നെഗറ്റീവ് ടോക്സിക്കോളജി 1 പ്രാവശ്യം പോലും അയാളുടെ റിപ്പോർട്ടിൽ എഴുതിയിട്ടില്ല. അങ്ങനെ ഒരു 10 പേജ് റിപ്പോർട്ട്, ഒരു നല്ല വാക്ക് പോലും പ്രവീണിനെ പറ്റി പറയാതെ അവനെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്ത് അവിടുന്ന് സൺഗ്ലാസസ് കട്ടെടുത്തു. അങ്ങനെ പല കാര്യങ്ങൾ. കൊച്ചിനെ നമ്മളെ എന്തുമാത്രം തരം താഴ്ത്താമോ താറടിക്കാമോ അത്രയും ചെയ്ത് അയാളൊരു റിപ്പോർട്ട് വെളിയെ കൊണ്ടുവന്നു. ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ആ ടോക്സിക്കോളജി റിസൾട്ട് എങ്കിലും അതിനകത്ത് വെച്ചിരുന്നെങ്കിൽ നമ്മൾ സമാധാനിച്ചനോ അങ്ങനെ വെച്ചല്ലോ എന്ന് അതുപോലും ചെയ്തില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ഇവിടെ പബ്ലിക് ഇളകി. ഗവർണറുടെ ഓഫീസിലൊക്കെ കണ്ടിന്യൂസ് വിളി വന്നപ്പോഴത്തേക്കും ഒരാഴ്ചക്കകം കേസിൽ നിന്ന് അയാളെ എക്സ്ക്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞ് അയാളെ എക്സ്ക്യൂസ് ചെയ്തിട്ട് കേസ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഏൽപ്പിച്ചു. ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ കയ്യിലാണ് ഇപ്പോഴും കേസ് ഇരിക്കുന്നത്. അപ്പം അതിനോടകം നമ്മൾ പിന്നെയും പൊളിറ്റിക്കലി നമ്മൾ ഒത്തിരി മൂവ് ചെയ്തു. ഇപ്പോൾ നമുക്ക് കിട്ടിയ വലിയൊരു ഗുണം അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പൊളിറ്റിക്കലി എവിടെല്ലാം നമ്മൾക്ക് ഈ ന്യൂസ് കൊണ്ട് കൊടുക്കാമോ അങ്ങനെയെല്ലാം ചെയ്തു. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവിനെ കണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ് ഗവർണർക്ക് എഴുതും, അറ്റോർണി ജനറലിന് എഴുതും. അങ്ങനെ പല വഴി നമ്മൾ മുന്നോട്ട് പോയി. ഇപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മോൻ്റെ മെമ്മോറിയലിന് ഇവിടെ ഒരു മെമ്മോറിയൽ സർവീസ് വെച്ചപ്പോഴും ഒരു മോർ ദാൻ 500-600 പീപ്പിൾ ഞങ്ങളുടെ പള്ളിയിൽ കൂടിയായിരുന്നു. അപ്പം അന്നേരവും ഇത്രയും സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ്സും ഞങ്ങളുടെ കോൺഗ്രസ് വുമൻ ജാൻ ഷക്കോസ്കി എന്ന് പറയുന്ന ഒരാളുണ്ട്, പുള്ളിക്കാരി ഭയങ്കര ഹെൽപ്പാണ്. അവർ വന്നു. അന്ന് അവർ പിന്നെയും ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടു.
അങ്ങനെ ഈ കേസ് പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോയി. അത് ഫെബ്രുവരി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോലീസ് റിപ്പോർട്ടിന് നമ്മൾ 27 മാസമായിട്ട് ഇങ്ങനെ ഫയൽ ചെയ്യും. നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ അവർ ഡിനൈ ചെയ്യും, ഓരോരോ കാരണം പറഞ്ഞ്. ഒരു തരത്തിൽ നമുക്ക് പോലീസ് റിപ്പോർട്ട് ഇവർ കൈ തരുന്നില്ല. അതിനോടൊക്കെ സ്റ്റേറ്റ്സ് അറ്റേണി എന്നോട് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ഒരിക്കലും പോലീസ് റിപ്പോർട്ട് തരത്തില്ലെന്ന്. അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേ നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ദൈവത്തിൻ്റെ ഓരോ നടത്തിപ്പെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാനും മോണിക്കയും കൂടെ ഒരു ദിവസം പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തു. അവിടുത്തെ കാർബൺഡേയിൽ സിറ്റി കൗൺസിലിൽ പോയി ഞങ്ങൾ സംസാരിച്ചു. ഞാനൊരു 14 മിനിറ്റ് ഇതിനെപ്പറ്റി സംസാരിച്ചു. ഈ കേസിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട സത്യം മുഴുവൻ അവിടെ നിരത്തി കാണിച്ചു. ഇൻക്ലൂഡിങ് സെക്കൻഡ് ഓട്ടോപ്സി പിക്ചേഴ്സ് അവിടുത്തെ കൗൺസിൽ മെമ്പേഴ്സിനെ എല്ലാം കാണിച്ചു. ആ വീഡിയോ ഇവിടെ ഷെയർ ചെയ്തത് മോർ ദാൻ 40,000 പീപ്പിൾ കാണും. അങ്ങനെയാണ് ഈ ന്യൂസ് ഭയങ്കരമായിട്ട് ഷിക്കാഗോയിലും സതേൺ ഇല്ലിനോയിലും പിന്നെ ഇത് മലയാളി മീഡിയാസ് എടുത്ത് ഓൾ ഓവർ ദ വേൾഡ് ഭയങ്കരമായിട്ട് പോയി. അപ്പോൾ ആ വീഡിയോ റിലീസായി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അവിടുത്തെ മേയറും സിറ്റി മാനേജരും കൂടെ ഒരു പേഴ്സണൽ മീറ്റിങ്ങിന് വിളിച്ചു. മെയിൽ ഞങ്ങളവിടെ ചെന്നു. ഞങ്ങളോർത്ത് ഇവരിനി റൺ അറൗണ്ട് തരും, വി ആർ ലുക്കിംഗ് ഇൻ ടു ഇറ്റ് എന്ന് പറയുന്നതാണ് ഞങ്ങൾ ഓർത്തത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പോലീസ് ചീഫും എല്ലാം ഉണ്ടായിരുന്നു. അവർ ഞങ്ങൾക്ക് ഇത്രയും കംപ്ലീറ്റ് പോലീസ് റെക്കോർഡിങ് തന്നു. 15 വീഡിയോയും ഒരു 3 ബൈൻഡർ ആയിരക്കണക്കിന് പേപ്പറുമായിട്ട് ഞങ്ങളിവിടെ വന്നു. പേപ്പർ മറിച്ച് നോക്കാൻ തുടങ്ങിയപ്പോഴേ മനസ്സിലായി അവിടെ റിപ്പോർട്ടിനകത്തെല്ലാം തിരിമറി നടന്നിട്ടുണ്ടെന്നുള്ളത്. കൊച്ചിൻ്റെ അവൻ്റെ ഫ്ലയറിനകത്ത് അവൻ പർപ്പിൾ ഷൂ ഇട്ടുകൊണ്ട് പോയി എന്നാണ് എഴുതിയിരുന്നത്. ഇവരുടെ റിപ്പോർട്ടിനകത്ത് അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂമ ഷൂ ഇട്ടിയെന്നാണ് എഴുതിയേക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങൾ, സർവൈലൻസ് ക്യാമറയും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തൊന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി. അത് കണ്ടതെല്ലാം മോണിക്ക പബ്ലിക്കായിട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ ഈ മൺഡേ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഒരു മീറ്റിങ്ങിന് വിളിച്ചു. നമ്മളവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ 29 മാസം ഞങ്ങൾ എന്തിനു വേണ്ടി ആഗ്രഹിച്ചോ, എന്നാൽ നമ്മൾ ഈ 29 മാസമായിട്ട് ഈ അതോറിറ്റീസിനോട് കൊച്ചിന് ഇഞ്ചുറി ഉണ്ടെന്ന് അവരൊന്ന് അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുക. അതുപോലെ അവൻ്റെ ക്യാരക്ടർ ഒന്നിത് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ ആരെങ്കിലും ഒന്ന് ഇതിൽ പവറുള്ള ആളിൻ്റെ കൈമൊന്ന് കേൾക്കാൻ നമ്മൾ 29 മാസമായിട്ട് ആഗ്രഹിക്കുക. അവിടെ ചെന്നപ്പം 2 സ്പെഷ്യൽ പ്രോസിക്യൂട്ടേഴ്സ് ഞങ്ങളെ മീറ്റ് ചെയ്തു. നന്നായിട്ട് 5 മണിക്കൂർ അവർ ഞങ്ങളുടെ അടുത്തിരുന്നു. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. അവർക്ക് അവരുടെ എവിഡൻസ് കൂടുതൽ നമ്മളോട് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവർ ഞങ്ങളോട് പറഞ്ഞു അവർ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം. അവർ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് നല്ല കുഞ്ഞായിരുന്നു, നിങ്ങളൊരു നല്ല മകനെ വളർത്തി. കാരണം പ്രവീണിൻ്റെ ഫോൺ റെക്കോർഡും ഫേസ്ബുക്ക് മെസ്സേജസും എല്ലാം അവരുടെ കയ്യിലുണ്ട് ഇപ്പോഴും. അപ്പോൾ അവർ പറയുന്നു ഇത്രയും ഇങ്ങനെ വീട്ടിൽ പോകാൻ ആഗ്രഹിച്ച് അവൻ പല കാര്യങ്ങൾ, അവൻ്റെ മെസ്സേജസ് എല്ലാം അങ്ങനെയാണ്. വീട്ടിലേക്ക് പോകാൻ 2 ദിവസമുള്ളൂ, ഞങ്ങളെ എന്തുമാത്രം ഇഷ്ടമാണെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ അവൻ്റെ ഒത്തിരി മെസ്സേജസ് അവർ വായിച്ചു. അപ്പോൾ അവർക്ക് പ്രവീണിൻ്റെ ഏകദേശം ഒരു പേഴ്സണാലിറ്റി അവർക്ക് പിടികിട്ടി. ഇപ്പം 29 മാസം കൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം, ഞങ്ങളുടെ കുഞ്ഞ് നല്ല കുഞ്ഞാണ്, അവൻ്റെ മരണത്തിന് അവനല്ല ഉത്തരവാദിയെന്ന് ഒരു അതോറിറ്റിയുടെ വായന ഞങ്ങൾ കേട്ടു. അത് വലിയൊരു സമാധാനം. പിന്നെ അവർ ഞങ്ങളോട് പറഞ്ഞു ഇത് 30 to 60 ഡേയ്സിനകം റിപ്പോർട്ട് റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവരുടെ ഡിലമ്മ എന്നാന്ന് വെച്ചാൽ ഈ കേസ് കോർട്ടിൽ കൊണ്ടുവരുമ്പോൾ ബിയോണ്ട് റീസണബിൾ ഡൗട്ട് അത് പ്രൂവ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയണം. അപ്പോൾ 100% ഉറപ്പില്ലാത്ത കാര്യങ്ങൾ അവർക്ക് കോർട്ടിൽ കാണിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് അവർ ഇപ്പോൾ എവിഡൻസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ മറ്റേ ചെറുക്കൻ നുണ പറഞ്ഞു എന്നുള്ളതിനൊന്നും യാതൊരു സംശയമില്ല. അത് അവർ ഞങ്ങളോട് നേരെ പറഞ്ഞു, അവൻ കള്ളം പറഞ്ഞു എന്നുള്ളതും. പിന്നെ പ്രവീണിൻ്റെ മരണത്തിന് പ്രവീണല്ല ഉത്തരവാദി എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് ഞങ്ങളോട് പറഞ്ഞു. പിന്നെ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞത്, നമ്മൾ സിറ്റി കൗൺസിലിൽ പോയി. അങ്ങനെ ആ വീഡിയോ വെളി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മലയാളി കമ്മ്യൂണിറ്റിയിലെ ജിബി, മലയാളി FM അത് ഷെയർ ചെയ്തു. അങ്ങനെ ജിബി അതിനകത്ത് ഇൻവോൾവായി.
ഒരു കോൺഫറൻസ് കോൾ വിളിച്ചു. ആ കോൺഫറൻസ് കോളിൽ എനിക്കൊന്ന് ഒരു 100-800 പേര് അതിനകത്ത് കയറിയെന്ന് തോന്നുന്നു. ഓൾ ഓവർ US, വേൾഡിൻ്റെ, ഇന്ത്യയിൽ നിന്നൊക്കെ ആളുകൾ അതിനകത്ത് കയറിയായിരുന്നു. അങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുത്തത്. ജൂലൈ 29 പ്രൊവിൻസ് ഡേ ആയിട്ട് നടത്തണം. അന്ന് ഡെയിലി പ്ലാസയിലൊരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്, ഇതിനകത്ത് അറ്റോർണി ജനറലും ഗവർണറും ഇടപെട്ട് അന്വേഷിക്കണം. അങ്ങനത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അന്ന് എടുത്ത ഒരു തീരുമാനമാണ് ഇന്നിപ്പം പ്രാവർത്തികമാക്കിയത്. നമുക്ക് മലയാളി കമ്മ്യൂണിറ്റിയുടെ ഹെൽപ്പ് ഞാനിപ്പം പറയുന്നത്, ഇപ്പം മോനെ കാണാതായപ്പം മുതൽ അന്ന് ഇവിടുന്ന് 200 പേരൊക്കെ 6 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് അവിടെ വന്ന് അവർ ഫ്രൈഡേ മുതൽ അവിടെ മൺഡേ കൊച്ചിന് ട്യൂസ്ഡേ അവനെ കിട്ടുന്ന അന്ന് വരെ താമസിക്കാമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പം അതെല്ലാം ഇവിടെ നിന്നുള്ള യൂത്തും ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് മാത്രമല്ല ഇവിടുത്തെ എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും, ഗീതാമണ്ഡലം, എക്യുമെനിക്കൽ ചർച്ചസ് എല്ലാവരും അവിടെ വന്നു. പിന്നെ ഈ ഇവിടുത്തെ മലയാളി സംഘടനകൾ മുഴുവനും, നഴ്സസ് അസോസിയേഷൻ, റെസ്പിറേറ്ററി അസോസിയേഷൻ, സോഷ്യൽ വർക്കേഴ്സ് അസോസിയേഷൻ, ഷിക്കാഗോ മലയാളി, ഇല്ലിനോയ് മലയാളി നഴ്സസ് അസോസിയേഷൻ, ഇവിടെ എന്തൊക്കെയുണ്ടോ എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാ റെപ്രസെൻറ്റേറ്റീവ്സ് ഈ കമ്മിറ്റികളിലെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ അവർ ഈ ഒരു മലയാളി സമൂഹം ഞങ്ങൾക്ക് തന്ന ഒരു സപ്പോർട്ടാണ് ഞങ്ങളെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. ഏത് കാര്യത്തിനും ഇവിടെ ഫണ്ട് റൈസിങ് നടത്തി. കഴിഞ്ഞ വർഷം ഋതുബഹാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ട് റൈസിങ് പ്രോഗ്രാം ഇവിടെ നടത്തി, വളരെ സക്സസ്ഫുള്ളായിട്ട്. ഇവിടുത്തെ ഒരു തിയേറ്ററിൽ ഫുൾ ഓഡിയൻസോടുകൂടി അന്ന് പ്രോഗ്രാം നടത്തി. അങ്ങനെ ഞങ്ങൾക്ക് അവർ ചെയ്യുന്ന സഹായ സഹകരണത്തിന് ഞങ്ങൾക്ക് എങ്ങനെ അവരോട് നന്ദി പറയണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇതുപോലൊരു സംഭവം അമേരിക്കയിൽ ആദ്യമായിരിക്കും. ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഞാൻ കണ്ടെടുത്തോളം ഇത് എല്ലാവരും നമ്മുടെ മലയാളികളുടെ സ്വഭാവം അനുസരിച്ച് ഒരാഴ്ച മാക്സിമം പറയും. അത് കഴിയുമ്പോൾ പിന്നെ അതെല്ലാവരും മറന്നുപോകും. അത് സാധാരണയാണ്. ഞാനും അവിടെ ആയിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, പ്രവീണിൻ്റെ ഈ സംഭവം കഴിഞ്ഞപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഇൻവോൾവ്മെൻറ്റ് ഇവിടെ എല്ലാം മറന്ന്, ഒരു സാമുദായിക ഒരു റിലിജിയണെന്നോ ഒരു സംഘടനയെന്നോ ഒരു വ്യത്യാസമില്ലാതെ ഇതിനകത്ത് ഇങ്ങനെ സംഘടിതമായിട്ട് നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതായിട്ട് വന്നത്. അപ്പം ഞങ്ങളുടെ ഒരാഗ്രഹം, ഇപ്പം ഈ ഒരു സംഭവം കൊണ്ട് നമ്മൾ മലയാളികൾ ഒരു കാര്യം പഠിച്ചു എന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നിച്ച് നിന്നാൽ അത് ഫാമിലിക്ക് വളരെ സപ്പോർട്ടാണ്. ഈ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരു ചിന്ത, പിന്നെ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്നു, നമ്മൾ ഒറ്റയ്ക്കല്ല, ആ ഒരു ഫീലിംഗ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ വേറൊരാൾ കെയർ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം കേട്ട് കഴിയുന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് ഒത്തിരി എന്താ പറയുക, നമുക്ക് മനസ്സിന് വളരെ ഒരു ശക്തിയാകും. പലരും നമ്മളെ പിടിച്ച് താത്തി വലിക്കാൻ ശ്രമിക്കുമ്പം ഇങ്ങനെ ഇത്രയും പേര് നമ്മളെ അപ്രോച്ച് ചെയ്തല്ലോ, ഇത്രയും പേര് ഞങ്ങളെ വിളിച്ചല്ലോ, എനിക്ക് ഫേസ്ബുക്കിൽ വരുന്ന മെസ്സേജസും ഞങ്ങൾക്ക് ഇവിടെ വരുന്ന മെയിലും ഇതിനൊന്നും കയ്യും കണക്കുമില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു ഇത്രയും ഞങ്ങളെ സ്നേഹിക്കുന്നു, അല്ലെ ഞങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീലിംഗ് തന്നെ മതി നമുക്ക് മുന്നോട്ടുള്ള ഒരു പുഷിന്. അപ്പം ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പം നമ്മൾ ഇനി ഇതാർക്കും വരാതിരിക്കട്ടെ, ഇങ്ങനൊരു സംഭവം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നല്ല ആർക്കും വരാതിരിക്കട്ടെ. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ സ്മാർട്ടാണ്, ഹെയ്റ്റ് ക്രൈം കൂടി വരുന്നു. അങ്ങനെയൊക്കെ എന്തെങ്കിലും നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ആ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ധാർമ്മിക കടമയായിട്ട് എടുക്കണം.